DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരൊക്കെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്താൽ പിന്നെ എല്ലാ മാസവും അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ ഭൂരിഭാഗം സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള പെൻഷനൊന്നും ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ അസംഘടിത മേഖലയിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്. മാസം 5000 രൂപ വരെ ഈ പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് പെൻഷൻ ലഭിക്കും. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിശ്ചിത വരുമാനമില്ലാത്ത പ്രൈവറ്റ് കമ്പനി ജീവനക്കാർ, ദിവസക്കൂലിക്കാർ, കർഷകർ, വഴിയോര കച്ചവടക്കാർ, വീട്ടുവേലക്കാർ തുടങ്ങി അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ഉറപ്പായ ഒരു പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അഥവാ APY. ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ 60-ാം വയസ്സ് തികയുമ്പോൾ മുതൽ പ്രതിമാസം 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 4000 രൂപ അല്ലെങ്കിൽ പരമാവധി 5000 രൂപ വരെ സ്ഥിരമായ പെൻഷൻ ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. അപേക്ഷകർ തിരഞ്ഞെടുക്കുന്ന പെൻഷൻ തുകയ്ക്കും അവരുടെ നിലവിലെ പ്രായത്തിനും അനുസരിച്ചുള്ള ഒരു ചെറിയ തുക മാത്രമാണ് പ്രതിമാസം ബാങ്ക് അക്കൗണ്ട് വഴി ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കേണ്ടത്. ഇന്ത്യൻ പൗരനായ ബാങ്ക് അക്കൗണ്ടോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ ഉള്ള 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏത് വ്യക്തിക്കും അടൽ പെൻഷൻ യോജനയിൽ ചേരാൻ സാധിക്കും. കുടുംബത്തിലെ വരുമാനദായകനായ വ്യക്തി മരണപ്പെട്ടാലും കുടുംബത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു ഗുണഭോക്താവ് 60 വയസ്സിന് ശേഷം മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതേ പെൻഷൻ തുക അവരുടെ പങ്കാളിക്ക് പൂർണ്ണമായും ലഭിക്കും. രണ്ടുപേരുടെയും മരണശേഷം പദ്ധതിയിൽ നിക്ഷേപിച്ച ആകെ തുക നോമിനിയായി ചേർത്ത വ്യക്തിക്ക് നിയമപരമായി തിരികെ നൽകുകയും ചെയ്യും. പദ്ധതിയിൽ ചേരുന്ന വ്യക്തിയുടെ പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ മാസവരി സംഖ്യയും ഗണ്യമായി കുറയുമെന്നത് ഇതിൻ്റെ വലിയൊരു ആകർഷണമാണ്. ഉദാഹരണത്തിന് 18 വയസ്സുള്ള ഒരാൾ മാസം 42 രൂപ വീതം അടച്ചാൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ 1000 രൂപ വീതം പെൻഷൻ ലഭിക്കും. നിങ്ങളുടെയും പങ്കാളിയുടെയും മരണശേഷം 1,70,000 രൂപ നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് മാസം അടയ്ക്കേണ്ട തുകയിലും വർധനയുണ്ടാകും. അതനുസരിച്ച് 40 വയസ്സായ ഒരാളാണ് അടൽ പെൻഷനിൽ ചേരുന്നതെങ്കിൽ മാസം 1000 രൂപ ലഭിക്കാൻ 291 രൂപ വെച്ച് അടക്കണം. ഇനി മാസം 2000 വീതം പെൻഷൻ വേണമെങ്കിൽ 18 വയസ്സുള്ളവർ മാസം 84 രൂപ വീതം നൽകണം. 30 വയസ്സിൽ ചേരുന്നവർ മാസം 231 രൂപ വീതം നൽകണം. 40 വയസ്സിൽ ചേരുന്നവർ 582 രൂപ വീതം അടക്കണം. ഇതുപോലെ മാസം 3000 രൂപ, 4000 രൂപ വീതം ലഭിക്കുന്ന ഓപ്ഷനുമുണ്ട്. മാസം 5000 രൂപ വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ 18 വയസ്സിൽ ചേരുന്നവർ മാസം 210 രൂപ വീതവും, 30 വയസ്സിൽ ചേരുന്നവർ 577 രൂപ വീതവും, 40 വയസ്സിൽ ചേരുന്നവർ 1454 രൂപ വീതവും അടക്കണം. അടൽ പെൻഷൻ യോജനയിൽ ചേരുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പ്രീമിയം തുക കൃത്യസമയത്ത് അടക്കുന്നുവെന്ന് ഉറപ്പാക്കുവാൻ ബാങ്കുകളിൽ ഓട്ടോ ഡെബിറ്റ് സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ട്. അപേക്ഷകരുടെ സൗകര്യത്തിനനുസരിച്ച് മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സ്വയമേ ഈടാക്കാവുന്നതാണ്. നിശ്ചിത രീതിയിൽ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം കരുതുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടൽ പെൻഷനിൽ ചേർന്ന ഒരാൾ 60 വയസ്സിന് മുൻപേ മരണപ്പെടുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് 60 വയസ്സുവരെ ഗഡുത്തുക അടച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി പെൻഷൻ വാങ്ങാവുന്നതാണ്. അതിന് താല്പര്യമില്ലെങ്കിൽ അതുവരെ അടച്ച തുകയും പലിശയും നോമിനിക്ക് ഒറ്റത്തവണയായി തിരികെ ലഭിക്കും. അതുപോലെ മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന സ്കീമിൽ ചേർന്ന ഒരാൾക്ക് ഇടയ്ക്ക് വെച്ച് മാസം 5000 രൂപ പെൻഷൻ കിട്ടുന്ന സ്കീമിലേക്ക് മാറണമെന്ന് തോന്നിയാൽ അങ്ങനെ മാറാനും സാധിക്കും. അതനുസരിച്ച് അടയ്ക്കേണ്ട ഗഡുവിൽ മാറ്റം വരുന്നതാണ്. അടൽ പെൻഷനിൽ നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് സെക്ഷൻ 80C പ്രകാരമുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇളവും ലഭിക്കുന്നതാണ്. നിങ്ങൾ അടയ്ക്കുന്ന ഗഡുത്തുക ഒരു തവണ മുടങ്ങി പോവുകയാണെങ്കിൽ അടുത്ത ഗഡുവിനൊപ്പം ഒരു പിഴത്തുക കൂടി ചേർത്ത് മുടങ്ങിയ ഗഡു അടക്കാവുന്നതാണ്. 100 രൂപ വരെയുള്ള ഗഡുത്തുകയ്ക്ക് 1 രൂപയാണ് പിഴ. 101 മുതൽ 500 രൂപ വരെയുള്ള പ്രീമിയമാണ് നൽകുന്നതെങ്കിൽ 2 രൂപയാണ് പിഴ. കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾ പ്രകാരം രാജ്യത്ത് നിലവിൽ ഇൻകം ടാക്സ് അടക്കുന്ന വ്യക്തികൾക്ക് അടൽ പെൻഷൻ യോജന പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ടായിരിക്കില്ല. പൂർണ്ണമായും അസംഘടിത മേഖലയിലെയും നിർധരരായ തൊഴിലാളികൾക്ക് മാത്രം ഇതിൻ്റെ പ്രയോജനം നേരിട്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നികുതിദായകരെ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ള തൊഴിലാളികൾക്ക് തങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഏത് പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഓൺലൈനായും ഈ പെൻഷൻ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വാർദ്ധക്യകാലത്ത് മക്കളെയോ ബന്ധുക്കളെയോ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഏറ്റവും സുരക്ഷിതമായി നിക്ഷേപിക്കാവുന്ന ഒന്നാണ് അടൽ പെൻഷൻ യോജന. കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ പദ്ധതി നിയന്ത്രിക്കുന്നതെന്നതിനാൽ നിക്ഷേപിക്കുന്ന പണത്തിന് പൂർണ്ണമായ സുരക്ഷിതത്വവും ഗ്യാരണ്ടിയും ഉറപ്പാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.